ഗോത്രമൊരാളി ചിതാഭസ്മം ഒഴുക്കണ പേരും പറഞ്ഞ് എന്നെ നിങ്ങൾ കൊല്ലം കൊണ്ടുപോവാണോ? അമ്മാ മിണ്ടാതെ പാടാ. രഘുപതി രാഘവണ്ണന്റെ കടയിൽ ചെന്നിട്ട് എന്റെ അച്ഛൻ നാട്ടിന് വേണ്ടി നല്ല കാര്യം ചെയ്ത ഒരു മഹാത്മാവായിരുന്നു. അങ്ങേരെ കുറിച്ച് പുകഴ്ത്തി പാടാ. അത്രേ ഉള്ളൂ. എന്നാ പഠിച്ചോ. ൂമ്പാവാമ്പൽ പുന്നകയോ വവ്വൽ വവ്വൽ. നിനക്കെന്താടാ പറ്റിയത്? നിന്നെ തല്ലിയത് ആരാടാ? ആണ്ടവനോ അതോ സഡ്ജിയോ? പടം മാറി ഒരാളെ. ഇത് നരസിംഹവാ നരസിംഹ. നീ പറഞ്ഞത് നന്നായി. അമ്മാര് പറഞ്ഞതിന് മുമ്പ് പെട്ടെന്ന് വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് പോവാം. മുതലാളി വെള്ളത്തിനൊരു മരപ്പട്ടി. മുതലാളിയുടെ നേലായിരുന്നു ഇതാ. പവിത്ര, മുതലാളി ആനപ്പുണ്ടവിടെ വരുന്നുണ്ട്. അപ്പൊ ആന എവിടെയെങ്കിലും കാണും. പവിത്ര, ഞാൻ ജംഗ്ഷനിൽ പോയപ്പോഴാണ് അറിഞ്ഞത് നീയും ഈ വേട്ടാവളിയനും കൂടി ചാമ്പലും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എടാ, നിന്റെ വീട്ടിന്റെ അടുത്ത് ഒരു 10 മീറ്റർ അപ്പുറത്ത് ഒരു പുഴയുണ്ട്. അവിടെ കൊണ്ട് നിനക്ക് ഈ ചാര ഇടാൻ വയ്യടേ. എടാ, ഇതുകൊണ്ട് ഈ പുഴയിൽ ഒഴുക്കി കഴിഞ്ഞാൽ സർവാവരി വൃത്തികെട്ടവന്റെ ചാര ഇതിൽ വീണ് ഇതിനുള്ള മീനോടി ചത്തു. പണ്ടാരം മീനോടി ചത്തു. ഈ മീൻ പിടിച്ചാണ് ഇവിടെ നാട്ടുകാർ ജീവിക്കുന്നത്. അതിനെ കൂടെ നിനക്ക് ഇല്ലാതാക്കണം അല്ലേടേ? നിനക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇവിടെ ഇങ്ങനെ. ഈ ഗുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ കൊണ്ടുവരുന്നാലും ശരി തന്നെ ഇവിടെ നിങ്ങൾ ഇടാൻ പോണില്ല. പിന്നെ അതുകൊണ്ട് പവിത്രയുടെ സംഭവമൊക്കെ ശരി തന്നെ. ഇന്നലെ രാത്രി ഈ വേട്ടാവളിയെ വിട്ട് കുറെ ക്വാർട്ടർ കൂറായി അതോ സൽസ വാങ്ങിച്ചു തന്ന് എന്റെ കൂട്ടത്തോളം 4 എണ്ണം അടിച്ച് വിറ്റ് തലേ പൊങ്ങാൻ വയ്യാതെ കിടക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് ഞാൻ അവിടത്തേക്കായി പോയി. അതുപോട്ടെ. പിന്നെ എന്തൊക്കെ പറ്റിയാണ് ശരി തന്നെ. ഈ സാധനം ഈ പുഴയിൽ ഒഴുക്കാൻ പറ്റില്ല. അത് ഇനി നിങ്ങൾ ആരെ കൊണ്ടുവന്നാലും ശരി തന്നെ. 1, 2, 3, 4 തരം. ഏയ് രാഘവ, എന്റെ അനിയനെ പറഞ്ഞ് മനസ്സിലാക്കൂ. പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ ഇനി കോട്ട മൈതാനന്മാരെ ഓടിച്ചിട്ട് തള്ളിയിട്ടുണ്ട് ഈ പന്ന പൂ മോനെ. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുമ്പോട്ട് പോകാൻ താല്പര്യമെങ്കിൽ എനിക്ക് ഒരാളൂടെ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ പുറകിൽ ആരോ ഒക്കെ ഉണ്ടെന്ന്. ഇല്ല, ആരുമില്ല. പോയണ്ണ അമ്മ രഹിച്ചു വരൂല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മ ഭയങ്കര തലവനൊന്നും കിടക്കണമെന്ന്. പിന്നെ ആരാണ് അവൻ? പറയാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത് കേട്ടാ. ജ്ഞാനം ദേയും ജ്ഞാനാസൻ കർമാണ്ട മോക്ഷം ജ്ഞാനാസൻ. തൂണിലുണ്ട് തുരുമ്പിൽ നീയുണ്ട് ജ്ഞാനാസ, മണ്ണിലുണ്ട് മരത്തിൽ നീയുണ്ട് ജ്ഞാനാസോ. എവിടെ പോയി കിടക്കണേ? നീ എന്താ കാണിച്ചത്? നിന്റെ അവിടെ പോയി കിടക്കാൻ പറഞ്ഞു. നീ എത്ര നേരം അവിടെ പോയി കിടന്നു? ഇന്നലെ ബീഫ് ഭയങ്കര പ്രശ്നമാണെന്ന്. ഭയങ്കര ഞാൻ തള്ളി വന്നിട്ടാ ഇപ്പോഴേ. അതുകൂടെ ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എടാ, നീ പടത്തിലെ മോഹൻലാലാണെന്ന് ഇവിടെ കാര്യം വന്നെന്തിന് നീ? എടേ, അപ്പൊ ഞാൻ മോഹൻലാലാ? എടാ, ഞാൻ ഒന്നുകൂടെ പറട്ടാ. പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞത്. അല്ലയാ, വെള്ളത്തിൽ മുങ്ങാനും വെള്ളമില്ലടാ. ഇവ എങ്ങനെ ഞാൻ മുങ്ങിയിരുന്നിട്ട് കയറി വരും? അല്ലാതെ വന്നാ മതിയാ? ഡേയ്, നിങ്ങൾ വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യണേ. കുറെ നേരം കൊണ്ട് ഞാൻ ഇത് പിടിച്ചോണ്ട് നിൽക്കണം. കൈ കഴിക്കണമെന്ന്. ഇങ്ങനെ പതിയാടാ. ഇങ്ങനെ പതിയാ? ഇങ്ങനെ ആടാ ഇങ്ങനെ. എടാ പൊട്ട, ഇത് മറ്റേ മോഹൻലാല് മക എന്നാടെ അഭിനയിച്ച സിനിമയിലുള്ള നരസിംഹമാണ്. നീ കിടന്നുണ്ട് കായ്ക്കിനെ ഓപ്പറാ കായ്ക്കാൻ നേരെ അവിടെ വരണമെങ്കിൽ ഇത്ര ഏത്തം പോലെ നിനക്ക് ഞാൻ വാങ്ങിച്ചത്. പഴുത്തടാ? പഴുത്തടല്ല, പുഴുത്ത്. ഞാൻ ഇതെന്നെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ താമസിക്കൂ. നിന്റെ അച്ഛന്റെ ചിതാഭസ്മം ഈ തോട്ടിലെടുക്കാൻ താമസിക്കും. ഈ പഴപോക്കുകയാണല്ലടാ. നിനക്കുമുണ്ടല്ലോ ജന്മം തന്ന ഒരാൾ. മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. അന്ന് ബലിയിടാൻ നീ ഈ തോട്ടുംകരയിൽ വരും. അന്നാ പാട തെറ്റി. എന്റെ അച്ഛൻ മരിച്ച് 41 കഴിഞ്ഞുള്ളൂ. എന്നോട് ചോദിച്ചേക്കാം. പിന്നെ എങ്ങനെ നടക്കും? നിന്റെ അച്ഛൻ ഉണ്ണോക്ക് ഇഷ്ടം മരിച്ച കഥയിലൂടെ പറഞ്ഞോണ്ടിരിക്കാൻ പറഞ്ഞത്. ഇടീ, നമ്മൾ നരസിംഹത്തിന്റെ സാധനം ചെയ്തോണ്ടിരിക്കുന്നത്. അത് പറയണേ സോറിയാ. വ്യാമോഹമാണ് പോലെ വ്യാമോഹം. അതിമോഹം അങ്ങനെ പറയണേ. അതിമോഹമാണ് പോലെ അതിമോഹം. എന്റെ അച്ഛന്റെ എനിക്കിത് പറ്റൂല. നീ വാങ്ങിച്ചെന്ന പഴം ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് എനിക്ക് പറ്റൂലേ. നീ മേലാല് ഷോർട്ട് ഫിലിമും കോപ്പെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാൻ നിൽക്കാതെ പറഞ്ഞാട്ടെ. നിനക്ക് പറയുന്ന സംഭവം അതുപോലെ പറയാനും പറ്റൂല. എടുക്കണമെങ്കിൽ മര്യാദക്ക് മാമന് കുട കൊണ്ട് കൊടുക്കാണ്ടാണ്. പിടി. അവൾ എന്റെ അടുത്ത് ഇറച്ചി എടുക്കാൻ പോകാൻ പറഞ്ഞാണ് രാവിലെ. ഈ ഷോർട്ട് ഫിലിം എടുത്ത് വൈറലാവാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നിന്റെയൊക്കെ കൂടിയിട്ട് ഇത് വല്ലതും നടക്കോടെ ഇന്ന് ഇവിടെ പേയ്മെന്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി. ഇവിടെ എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ. യവനാവണെല്ലാം കൊളാവണത്. നീ ഫിഗർ പിടി. അവസാനത്ത് ഒരു ഡയലോഗ് നീ എന്തെങ്കിലും ഉണ്ടാക്കണേ. പവിത്ര, നിന്റെ അച്ഛന്റെ ചിത കത്തിത്തീരുന്നത് വരെ നിനക്ക്
നിന്റെ അച്ഛന്റെ ചിരകത്ത് തീരുന്നവരെ നിനക്ക് ആയുസ് ഉണ്ടാകും എന്നുള്ള മോഹം മനസ്സിലായ? ഇത് പറയാൻ പറ്റില്ല, നീ ഉണ്ടാക്കണ്ട. ഇങ്ങോട്ട് തരി. 11 മണിക്ക് അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ് വാങ്ങിച്ചോണ്ടെന്ന കലമാണ്. നിനക്ക് ഇറച്ചി വാങ്ങിക്കാൻ പോകണ്ടേ? നീ പോണേ പോടെ പോടാ അവിടെ നിന്ന്. ഒന്നിട്ടാലോ രാവിലെ നിന്റെ വാക്കും കെട്ടാണ് ഞാൻ ഭീമന്റെ ഉണ്ടാക്കാൻ വന്നത്. ഒരാഴ്ച ഒന്നുമില്ലെങ്കിൽ എന്റെ അച്ഛന്റെ പ്രായമല്ലടാ ഞാൻ. എന്നെ വിളിച്ചോണ്ടൊന്ന് അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ് എന്റെ ഒരു അഭിനയ മോഹമായിരുന്നു. നീ അതും കൂടി നശിപ്പിച്ചു കളഞ്ഞില്ലടാ.